Madre. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജോയേൽ 2:28 ഇങ്ങനെ പറഞ്ഞു തരുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു ബന്ധത്തെ പരിശുദ്ധ അമ്മ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രിയ കുഞ്ഞെ, നന്നേ ചെറുപ്പത്തിൽ തന്നെ നന്മ പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നതിൽ നീ വിമുഖത കാണിച്ചാൽ നിന്റെ വാർദ്ധക്യം ഇരുൾ നിറഞ്ഞതാകും. വാർദ്ധക്യത്തിൽ എത്തും മുൻപേ നീ ഒരുക്കത്തോടെ ജീവിച്ചാൽ ജോയേൽ പ്രവാചകൻ പറഞ്ഞത് നിന്നിൽ സംഭവിക്കും. നിങ്ങളുടെ ബുദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദൈവിക ദർശനത്തിൻ്റെ നിറച്ചാർത്ത് ലഭിക്കുന്ന കാലമാണ് വാർദ്ധക്യകാലം. ആ കാലം വിദൂരത്തല്ല എന്ന ചിന്തയോടെ നീ ജീവിക്കണം. എൻ്റെ മകൻ വാർദ്ധക്യത്തിലുള്ളവരെ പരിചരിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെയും പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു വാർദ്ധക്യകാലമുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുവാണെങ്കിൽ, തമ്പുരാനോട് കൂടെ ഇരുന്ന് ജീവിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ നിനക്ക് ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റും. പരിശുദ്ധ അമ്മയോട് നമ്മൾ കൂടുതൽ എഴുകിച്ചേരുന്ന, പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ജപിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഒരു നല്ല കാലം എന്ന് പറയുന്നത് വാർദ്ധക്യകാലമാണ്. ഈ ഒരു വാർദ്ധക്യകാലം നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുവാനും പ്രതീക്ഷയോടെ ഇരിക്കുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനും ഒക്കെ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് തമ്പുരാനോട് കൂടിയിരിക്കുമ്പോൾ വാർദ്ധക്യത്തിൽ കൂടുതൽ നമുക്ക് അനുദപിക്കേണ്ട, പശ്ചാത്തപിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലം നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെപ്പറ്റി അനുദപിക്കേണ്ട ഒരു കാലം വരുന്നില്ല. നമുക്ക് ചേർന്നിരിക്കാം, തമ്പുരാനോട് അനുദപിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing